Guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ സെല്ലിൽ അടച്ചിരിക്കുന്ന ഫാൽക്കോയെയും യാബിയായിരിക്കും കാണിക്കുക. യാബി ആണെങ്കിൽ വീട്ടിൽ കിടന്ന് വരച്ച് ഫിറ്റ്സ് വരുന്നത് പോലെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയന്ന ഫാൽക്കോ ആണെങ്കിൽ സെക്യൂരിറ്റിയെ വിളിക്കും. ആളാണെങ്കിൽ എന്തു പറ്റിയും ചോദിച്ച് അവൾക്ക് ഹെൽപ്പ് കൊടുക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം അവൾ ആ ബെഡ്ഷീറ്റിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെയിൻ ഉപയോഗിച്ച് അവളുടെ തല അങ്ങനെ തല്ലി പൊളിക്കുകയാണ്. ആളെ കൊന്നതിന് ശേഷം അവൾ ഫാൽക്കോയായി പുറത്തേക്ക് വരും. ഫാൽക്കോ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. അവനാണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തിനാ ആളെ കൊന്നു കളഞ്ഞത്? സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിനക്ക് അസിസ്റ്റൻസ് തരാനുമാണ് ആൾ അകത്തേക്ക് വന്നത്. നമ്മൾ വിചാരിക്കും പോലെ അവർ മോൺസ്റ്റേഴ്സ് ഒന്നും അല്ല. നമ്മളെ അറ്റാക്ക് ഒന്നും അവർ ചെയ്യില്ല. നമ്മളെ കൊല്ലണമെങ്കിൽ അവർക്കത് പണ്ടേ ആവാമായിരുന്നു. അതിന് ഗ്യാബി പറയും, ഇതൊക്കെ അവരുടെ അഭിനയം മാത്രമാണ്. അവരുടെ ലക്ഷ്യം നമ്മളെ തോൽപ്പിക്കുക എന്നതും അവളിലൂടെ ആ മാർലിയൻസിലേക്ക് എത്തുക എന്നതുമാണ്. സോ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരെ വിശ്വസിക്കാനോ ഞാൻ തയ്യാറില്ല. ഇരിക്കുന്ന പോലും ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ മുൻപോട്ടേക്ക് ഓടുകയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ ഇപ്പോൾ റെയ്നർ ആണെങ്കിൽ അവർ രണ്ടുപേരെ ആലോചിച്ച് ഞെട്ടി എഴുന്നേക്കുകയാണ്. അതേസമയം വീണ്ടും ഇവിടെ ഫാൽക്കോയും യാമിയും അവർ രണ്ടുപേരും ഓടി ഒരു നദിയുടെ അരിയിലേക്ക് എത്തിച്ചേരും. അതിൽ നിന്ന് അവരാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കും. ഉടനെ ഫാൽക്കോ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ ബാൻഡിനെ കുറിച്ച് സംസാരിക്കും. നീ ആ ബാൻഡ് അത് എത്രയും വേഗം കയ്യിൽ നിന്ന് അഴിച്ചു കളാം. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ തിരിച്ചറിയും. അവളാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഉറപ്പായിട്ടും ഇത് കളയില്ല. എനിക്ക് എത്രയും വേഗം ആ സീക്കിനെ കണ്ടെത്തണം. അവൻ മാർലിയൻസിനെ ചതിച്ചോ എന്ന് എനിക്ക് അവനോട് തന്നെ നേരിട്ട് ചോദിക്കണം. നിനക്ക് വേണമെങ്കിൽ എന്നോട് കൂടെ നിൽക്കാം, അതല്ല എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. ഞാൻ ഒരിക്കലും നിന്നെ ഒന്നിനും കമ്പൽ ചെയ്യില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഫാൽക്കോ ഇതിൽ നൈസായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടാഗ് അതങ്ങനെ വലിച്ചു കയറും. അതിൽ കലിയിളകിയ ഫാൽക്കോ, കലിയിളകിയ ഗ്യാബി ആണെങ്കിൽ ഫാൽക്കോയെ പിടിച്ചു വലിച്ച് അങ്ങനെ കറക്കി നിലത്തടിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ അത് നീ കീറിക്കളയും ചോദിക്കും. ഞാനൊരു നല്ലവളായിട്ടുള്ള എൽഡിയൻ ആണെന്ന് തെളിയിക്കാനുള്ള ഏക ബാൻഡാണ് നീ ഇപ്പൊ നശിപ്പിച്ചതെന്ന് പറയും. ആ സമയം കയാന്ന് പേരുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് വരും. ഇവൾ ആക്ച്വലി സഷയുടെ സിസ്റ്ററാണ്. യഥാർത്ഥ സിസ്റ്റർ അല്ല, ഇവൾ സഷയുടെ സിസ്റ്ററാണ്. അവളാണെങ്കിൽ അവിടേക്ക് വന്ന് നിങ്ങൾ എന്താ അവിടെ ചെയ്യണേന്ന് ചോദിക്കും. ഉടനെ അവരാണെങ്കിൽ ഷോക്കായിട്ട് അവിടെ നോക്കും. അമ്പിയാണെങ്കിൽ നൈസായിട്ട് കള്ളം പറയും, ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അതിനാ പെണ്ണു പറയും, നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. വായു, എന്റെ വീടിയുടെ അടുത്താണ്, കഴിക്കാനായിട്ട് ഭക്ഷണവും റെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലവും തരാമെന്ന് പറയും. ഗ്യാബി ആണെങ്കിൽ കയ്യിൽ ഒരു കല്ലെടുത്ത് വെക്കും, അവളെ ഒരു ചാൻസ് കിട്ടിയ കൊല്ലാനായി. പക്ഷെ ഫാൽക്കോ ആണെങ്കിൽ അവളെ തടഞ്ഞ് ോടൊപ്പം അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഗ്യാബി അവിടെ ഉണ്ടായിരുന്ന കുതിരകളെ ശ്രദ്ധിക്കുക. നമുക്ക് ഈ കുതിരകളെ ഉപയോഗിച്ച് ഇവിടുന്ന് മാക്സിമം ദൂരേക്ക് രക്ഷപ്പെട്ടു പോവാം. ഈ വൃത്തികെട്ടവർ തരുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഫാൽക്കോ ആണെങ്കിൽ പല്ല് കടിച്ച്, ദയവ് ചെയ്ത് നീ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഞാൻ പറയുന്നത് കേട്ട് എന്നോടൊപ്പം നിന്നാ മതി. നീ വാ തുറക്കണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ പതിയെ അകത്തേക്ക് പോകും. അകത്തേക്ക് വന്ന അവരാണെങ്കിൽ സാഷയുടെ പാരന്റ്സിനെയും അവിടെ കാണും. അവരെല്ലാവരും ഒത്തിരി സ്നേഹത്തോടു കൂടെ അവർ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരുപാട് ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ആണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പേരുകൾ അത് മാറ്റി പറയും. ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഒരു കുറച്ച് ദിവസം മാത്രം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ നിങ്ങൾ അനുവാദം തരണമെന്ന് പറയും. അതിന് അദ്ദേഹമാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷെ ഗ്യാബി ആണെങ്കിൽ അത് കഴിക്കാതെ ടെൻഷനായിട്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹമാണെങ്കിൽ അവളുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അതിനവളാണെങ്കിൽ കൈ തട്ടി മാറ്റുകയാണ്. ഇതാ ഇവിടെ ജാക്രിയെയും കിയോമിയെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ സംസാരിച്ച് ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയോമിയാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്കായി ഫ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഐസ് ബേഴ്സ് പവർ ഉപയോഗിച്ചാണ് അത് വർക്കാവുന്നത്. ഈ ദ്വീപിലാണെങ്കിൽ അത് ഒരുപാടുണ്ട്. കട്ട് ചെയ്ത ഇപ്പൊ ജനങ്ങളെല്ലാവരും അവൻ സെല്ലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം എങ്ങനെയോ അറിഞ്ഞു കഴിഞ്ഞു. ഒരുപാട് മീഡിയക്കാരാണെങ്കിൽ അവിടേക്ക് വന്ന് ആൻജിയ ടീമിനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങും. ആണ് ഇത്രയും എഫേർട്ട് എടുത്ത് ആ വില്ലന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് ഞങ്ങൾക്ക് ഒരു പുതിയ വിധം തന്നത്. അവനിപ്പോ എന്തുകൊണ്ടാണ് ഇപ്രകാരം അടച്ചു വെച്ചിരിക്കുന്നത്? അതിന്റെ സത്യം ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ബഹളം ഉണ്ടാക്കും. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആൻജി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഈ ഒരു മതിലുകൾ അത് ലോകത്തിന് മുൻപിൽ തുറക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ കേട്ടൊന്നും ശരിയല്ല. അതിലൊരാളാണെങ്കിൽ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങളുടെ കണ്ണുകൾ നോക്കി പറയാൻ പറ്റുമെന്ന് ചോദിക്കും. ഉടനെ ഹാൻജി അവരോട് പറയും, ഇതെല്ലാം LDSന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒന്നും മോശമായിട്ട് സംഭവിക്കില്ല. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതങ്ങനെ ലീക്ക് ചെയ്ത 4 പേരെ അവൾ കണ്ടെത്തുകയാണ്. നിങ്ങൾ എന്തിനാണ് അപ്രകാരം ചെയ്തതെന്ന് ചോദിക്കും. അതിന് അവര് പറയും, റംബ്ലിംഗ് എന്ന ഒന്നുണ്ട്. സോ ഉറപ്പായാലും എറിനാണ് എല്ലാം തന്നെ നേടിത്തന്നത്, അതുകൊണ്ട് അവനെ മോചിപ്പിക്കാൻ അവർ ആവശ്യപ്പെടും. പക്ഷെ ആൻജിക്കാണെങ്കിൽ റംബ്ലിംഗ് എന്നൊന്ന് നടക്കുമെന്ന് വിശ്വാസമില്ല. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇവർ 4 പേരും ചെയ്തത് വലിയ തെറ്റാണ്. സോ ഇവരെ സെല്ലിൽ അടയ്ക്കാനായിട്ട് പറയും. ആൻജി ആണെങ്കിൽ കൂടുതൽ ടെൻസ്ഡ് ആവും.
അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ജയിലിലടച്ചതില് ഒരു പെൺകുട്ടി, അവളുടെ പേര് ലൂയിസ് എന്നാണ്. ഹിസ്റ്റോറി ആണെങ്കിൽ ഇപ്പൊ അവളുമായിട്ട് സംസാരിക്കും. അവളാണെങ്കിൽ ഹിസ്റ്റോറിയോട് പറയും, ജനങ്ങൾക്ക് നല്ലത് സംഭവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഫസ്റ്റ് ടൈം എന്നെയും എന്റെ അമ്മയെയും ടൈറ്റൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ മിക്കാസയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഞാൻ മിക്കാസയാണ് എന്റെ റോൾ മോഡലായിട്ട് പോലും കരുതുന്നത്. അക്യൂട്ട് ചെയ്ത മൊട്ട കമാൻഡർ ആണെങ്കിൽ ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്ന എലീനയെ കണ്ട് ചില സുപ്രധാന കാര്യങ്ങൾ അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. മാസങ്ങൾക്ക് മുൻപ് ആ ഒരു റെയിൽവേ അത് ഓപ്പൺ ആവുന്ന സമയത്ത് നിനക്കൊരു ഗാർഡായിട്ട് ഒരാളെ നിർത്തിയിരുന്നു, ഫോഫ് പയ്യൻ. അവനിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. അവനിപ്പോ ഇവിടെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സീക്രറ്റ്സ് അത് പുറത്ത് റിവീൽ ചെയ്തു. എറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ പുറത്ത് പറഞ്ഞു കൊടുത്തു. പോലും അവന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ അവളോട് ചോദിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവളാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഫാൽക്കോയും ഗാബിയും ആ ഓർഫനേജിൽ അങ്ങനെ ഹായ് ആയിട്ട് വരികയാണ്. ആ സമയം ഒരു കുതിരയാണെങ്കിൽ ഇപ്പൊ ഗ്യാബിനെ തല കടിച്ച് പറിക്കും. അത് കണ്ട് ഗ്യാബി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഈ മോൺസ്റ്റേഴ്സ് എല്ലാവരും ഇങ്ങനെയാണ്, തരം കിട്ടിയ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഫാൽക്കോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അതിന് അറ്റാക്ക് ചെയ്തത് കുതിരയാണ്. നീ കുതിരയുടെ മുമ്പിൽ പോയി സർക്കസ് കാണിച്ച അത് അങ്ങനെ തന്നെ ചെയ്യൂ. ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, എങ്ങനെയെങ്കിലും നമുക്ക് ഈ കുതിരകളുമായിട്ട് നല്ലൊരു ചങ്ങാത്തം ഉണ്ടാക്കണം. നമുക്ക് രണ്ടുപേർക്കും ഹോഴ്സ് റൈഡിങ് അറിയില്ല, അതെങ്ങനെയെങ്കിലും പഠിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയും. അതിന് ഫാൽക്കോ ആണെങ്കിൽ അവൾക്കൊരു താക്കീത് കൊടുക്കും. വെറുതെ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് മണ്ടത്തരങ്ങളിലൊന്നും ചെന്ന് വീഴാനായിട്ട് പാടില്ല. നമുക്ക് അല്പം നാൾ കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ റെയ്നറും ടീമും എന്തായാലും ഇവിടേക്ക് വരും. വലിയൊരു യുദ്ധം ഈ പാരഡൈസ് ഐലാൻഡുമായിട്ട് ചെയ്യും. ആ സമയം ഇവിടുന്ന് സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. പക്ഷെ അവളാണെങ്കിൽ അതിന് സമ്മതിക്കില്ല. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഉറപ്പായിട്ട് അതിനു മുൻപേ ഇവിടുന്ന് പോകണമെന്ന് പറയും. തന്നെ കയയാണെങ്കിൽ അവിടേക്ക് വന്ന് അവർ രണ്ടുപേരെയും വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുകയാണ്. മാത്രമല്ല അവർ ഇത്രയും ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർ അഭിനന്ദിക്കും. ഉടനെ ഫാൽക്കോ ചുറ്റും നോക്കും. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അതിന് കയ പറയും, ആക്ച്വലി ഇവിടെയുള്ള കുട്ടികളെല്ലാവരും ഓർഫൻസ് ആണ്. ഞങ്ങളുടെ ക്വീൻ ഹിസ്റ്റോറിയയ്ക്ക് കുഞ്ഞുങ്ങൾ ഇതുപോലെ അലഞ്ഞു നടക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവരിവിടേക്ക് കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും സ്നേഹവും സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തുന്നത്. അങ്ങനെ ഗ്യാബി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ മുൻ തലമുറ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഉറപ്പായാലും അതിനുള്ളതെല്ലാം നിങ്ങളും അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോവില്ല. അത് കേട്ട് കയ പറയും, ഞങ്ങളുടെ തലമുറയിലുള്ളവർ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്രകാരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ തലമുറയിൽപ്പെട്ട ഞങ്ങളതിന് എന്തിന് വിധേയരാവണം? അത് കേട്ട് ഫാൽക്കോ ആണെങ്കിൽ ഇപ്പോ ഗ്യാബിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളുടെ ഉള്ളിനുള്ളിലുള്ള പ്രതികാരവും അതെല്ലാം തന്നെ പതിയെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അത് കേട്ടിപ്പോ അവളാണെങ്കിൽ ഇപ്പോ ഗ്യാബിയോട് ചോദിക്കും, എങ്ങനെയാണോ മാർലിയൻസ് നിങ്ങളെ പറഞ്ഞു വളർത്തിയത്? അത് കേട്ട് ഫാൽക്കോയും ഗ്യാബിയും അവർ രണ്ടുപേരും ഞെട്ടും. ഇവളങ്ങനെ സത്യം തിരിച്ചറിഞ്ഞുവെന്ന് അവർ ചിന്തിക്കും. ആ സമയം അവൾ പറയും, നിങ്ങൾ ആ കുതിരക്കൂട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു കഴിഞ്ഞു, ഞാനും അത് കേട്ടു. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അങ്ങനെ ഗ്യാബി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് ഇപ്പൊ അവളെ കുത്താനായിട്ട് ഒരുങ്ങും. ഫാൽക്കോ ആണെങ്കിൽ അവളെ തടയും. ഉടനെ അവരവിടെ തർക്കിക്കുന്നത് കണ്ട് മറ്റു രണ്ടുപേര് അവിടെ എന്താ സംഭവിക്കണേയും വിളിച്ചു ചോദിക്കും. അതിന് കായ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ മേക്ക് ടെൻഷനാണ്, ഞാൻ അവളുടെ ബ്രദർ ഫാൽക്കോയെ തട്ടിയെടുക്കുമെന്ന്. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കും. ആണെങ്കിൽ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് ആ ടൈറ്റൻ തകർത്ത സ്ഥലത്തേക്ക് വരും. അവിടെ മുഴുവൻ ഇപ്പോഴും തകർന്ന് കിടക്കുകയാണ്. കയയാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ആ ഒരു ടൈറ്റൻ ഗ്രാമം മുഴുവനായിട്ട് നശിപ്പിച്ചു. എന്റെ അമ്മ എന്റെ കൺമുമ്പിൽ വെച്ചാണ് ആ ഒരു ടൈറ്റൻ പിച്ച് ചീഞ്ചി തിന്നത്. എനിക്ക് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അത് കേട്ട് ഫാൽക്കോയും ഗ്യാബിയും അവർ ടെൻഷനാവും. പുറത്തുള്ളവരെല്ലാവരും ഞങ്ങളെ മോൺസ്റ്റേഴ്സ് ആയിട്ടും ഡെവിൾസ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഞങ്ങൾ ശരിക്കും എന്ത് തെറ്റാണ് എല്ലാവരോടും ചെയ്തത്? അത് കേട്ട് ഗ്യാബി പറയും, നിങ്ങളുടെ മുൻപിൽ നല്ല ആളായിട്ട് ചമയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പൂർവികർ ചെയ്തതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. മൊത്തം ലോകത്തെയും നിങ്ങൾ ആ ടൈറ്റൻ പവർ വെച്ച് ഉപദ്രവിച്ചു. അതിനുശേഷമാണ് നിങ്ങൾ ഇവിടെ ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കി, കൾച്ചർ, സ്ഥലങ്ങൾ അതെല്ലാം തന്നെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞെന്ന് പറയും. അതിന് കായാണെങ്കിൽ അവളോട് പറയും, ഞാനും എൻ്റെ അമ്മയും ആരോടും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള തലമുറ എന്തോ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇപ്പോഴും നിങ്ങൾ വേട്ടയാടുന്നത്? ഗ്യാബി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ തർക്കിച്ചു കൊണ്ടേയിരിക്കും. അത് കേട്ട് കയയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിക്കും, എൻ്റെ അമ്മ എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അമ്മയോട് എങ്ങനെ ശത്രുത വെക്കാനായിട്ട് കഴിയുന്നു? ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഓർമ്മ പോലും ഇല്ല ഞങ്ങളുടെ പൂർവികർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്. ഉടനെ ഫാൽക്കോ ആണെങ്കിൽ അവളോട് പറയും, ഇതിനെല്ലാം കാരണക്കാര് ഞങ്ങളുടെ ഐലാൻഡിലുള്ളവരാണ്. അവരാണ് ഇവിടേക്ക് വന്ന് ആ മതിലുകൾ തകർത്തതും ബാക്കിയുള്ള ടൈറ്റൻസ് അകത്തേക്ക് വന്നതും. ഞങ്ങൾ ചെയ്ത വലിയ തെറ്റുകൊണ്ടാണ് നിനക്ക് നിന്റെ അമ്മയെ നഷ്ടപ്പെട്ടതെന്ന് ഫാൽക്കോ പറയും. അത് കേട്ട് അവളാണെങ്കിൽ കരഞ്ഞ് അവരോട് പറയും,
കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്നോട് ക്ഷമ പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടല്ലോ, വായോ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അത് സാക്ഷിയാണ്. മാത്രമല്ല അതിനുശേഷവും നിങ്ങളുടെ ആളുകൾ ഇവിടേക്ക് വന്നിരുന്നു. അവരിൽ ചില മാർലിയൻസ് ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങളോടൊപ്പമാണ് ജീവിക്കുന്നത്. അത്തരത്തിലൊരു മാർലിയനാണ് ഞങ്ങൾക്ക് ഭക്ഷണം പോലെ ഉണ്ടാക്കി തരുന്നതെന്ന് പറയും. ഗ്യാബിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഏതെങ്കിലും ഒരു മാർലിയൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാനാണ് അവൾ ഇത്രയും നേരവും വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ അവിടെ ഒരു മാർലിയൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആകാംക്ഷ തോന്നും. ഇതാ ഇവിടെ ഇന്റർമെൻ സോൺ കാണിക്കും. അവിടെയാണെങ്കിൽ ഡെഡ് ബോഡീസ് എല്ലാം നീക്കം ചെയ്യുകയാണ്. ജെയ്ക്കിന്റെ ചില ബോഡി പാർട്സ് ഒഴികെ ബാക്കിയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവരാണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയും, ഉറപ്പായാലും ആ ഒരു ജീൻ അവൻ മരിച്ചിട്ടില്ല. അവൻ ആ പാരഡൈസ് ഐലാൻഡിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. മാത്രമല്ല ഈ ഗിയേഴ്സ് അത് മാർലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസ് ശരിയാണെങ്കിൽ ആ സീക്ക് അവൻ അവരോടൊപ്പം ചേർന്ന് നമുക്കെതിരെ പ്രവർത്തിക്കുകയാണെന്ന് ആ എൽഡർ പറയും. അതേസമയം റെയ്നർ ആണെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുക്കും, നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല, അപ്രതീക്ഷിതമായിട്ട് എത്രയും വേഗം അവരെ അറ്റാക്ക് ചെയ്യണം. ആൻഡർ മകത്തിനാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ ആളെങ്ങനെ ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.